പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഇത് കാണിക്കാൻ പോകുന്നത് നാട്ടുംപുറങ്ങളിൽ പണ്ട് ഒരുപാട് ഉറവകളുണ്ടായിരുന്നു. പണ്ട് അതായത് ഇവിടെ ഈ കാണുന്ന ഈ റബ്ബറില്ലേ, ആ റബ്ബറൊക്കെ ആയിരുന്ന സ്ഥലത്ത് പണ്ട് വയലായിരുന്നു. കാണുന്നില്ലേ വയൽ? ഈ കാണിക്കുന്ന ഏരിയ മൊത്തം വയലായിരുന്നു. ആ കാണിക്കുന്ന വാഴ, അതിൽ നിൽക്കുന്ന കുറേ മരങ്ങൾ, ആ ഭാഗത്തെല്ലാം കാണിക്കുന്ന ഭാഗത്തെല്ലാം ഇതെല്ലാം വരമ്പായിരുന്നു. ഈ വന്ന വഴിയിലെല്ലാം ഇത് വരമ്പാണ്. എല്ലാം ഇപ്പം റബ്ബർ ആയി, അങ്ങ് അറ്റം വരെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് ഇവിടെ ഒരു ഉറവുണ്ടായിരുന്നു, ഒരു ചെറിയൊരു കുളം. നമ്മൾ കുളിക്കാനും കുടിക്കാനൊക്കെ അവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം കാട് മൂടി കിടക്കുകയാണ് ആ വഴി എന്ന വഴിയിലൊക്കെ. ഞാനത് കാണിക്കാമേ. ചെടിയെല്ലാം മാറ്റി നമ്മൾ എത്തി സുഹൃത്തുക്കളെ. പഴയ തെങ്ങ് ഇപ്പോഴും ഉണ്ട്. ഈ തെങ്ങിലാണ് നമ്മൾ വന്ന് കൊച്ചിലെ തൈയായിരുന്നല്ലോ. ഇവിടെ ഒരു തിട്ട ഉണ്ടായിരുന്നു, ഇത്രയും ഭാഗത്തൊരു റൗണ്ടിന് തിട്ട. അവിടെയൊക്കെ വന്നിരുന്നു നമ്മൾ കൊച്ചിലെ ചെറുതിലെ മണ്ണപ്പം ചുട്ട് കളിക്കുകയും ഇരുന്നു. അല്ലേ, ഈ കാണുന്നില്ലേ, ആ കാണുന്ന ഇത്രയും വലുപ്പത്തിന് നല്ല ഒരു ഉറവ, ഒരു കുളം ഉണ്ടായിരുന്നു. മുകളിലൊരു വീടുണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു മാറ്റി. നോക്കാം. ഇതാണ് ഇന്ന് വെട്ടിത്തെളിച്ച് പഴയ രീതിയിലാക്കണം. ഇത് വെട്ടിത്തെളിച്ച് വെള്ളമുണ്ട്, ഇഷ്ടം പോലെ ഇതിനകത്ത് വെള്ളമുണ്ട്. ഒന്ന് ഇതിനകത്ത് കിടക്കുന്ന കുറേ വർഷങ്ങളായിട്ട് കിടക്കുന്ന ചെടി ഉണ്ടല്ലോ, അതൊന്നും വേണ്ട. ഇത് കാട് മൂടി കിടക്കണോണ്ട് അറിയത്തില്ല. ഇപ്പോൾ ഉള്ള തലമുറകൾക്കൊന്നും ഇങ്ങനെ ഒരു സംഗതി ഉണ്ടെന്നും അല്ല അറിഞ്ഞൂടാ. അഥവാ കേട്ട് പറഞ്ഞാലും അവർക്ക് അതിനായിട്ട് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഈ ഒരാഴ്ചയെങ്കിലും ആവും, എന്ന് വെച്ചാൽ പണിക്കാരെ കിട്ടുന്നു. അപ്പോൾ ഒന്ന് വെട്ടിത്തെളിച്ച് എടുക്കണം. ഇതെല്ലാവർക്കും ഉപയോഗപ്പെട്ട ഒരു ഈ വയൽ പ്രദേശത്ത് വയലിൽ ഉണ്ടാകുന്ന സമയത്തൊക്കെ വേണ്ട ആ പശു നിൽക്കുന്നില്ലേ, അവിടെയെല്ലാം നല്ല ഇതായിരുന്നു. അപ്പോൾ വെള്ളം ഇവിടെ നിന്ന് നിറഞ്ഞൊഴുകി വേണ്ട ഇവിടെ കാണുന്നില്ലേ, ഈ കാണുന്ന ഇതിലൂടെ വെള്ളം നിറഞ്ഞൊഴുകി ഈ കാണിക്കുന്ന സ്ഥലത്ത് കൂടെ ഒരിച്ച്. ഇത് ചെറിയ തോടായിരുന്നു, വേണ്ട ഈ ചെറിയ തോട് ആണ്. ആ തോട്ടിലൂടെ ആ വെള്ളം അവിടെ നിന്ന് ഈ കാണിക്കുന്ന അതിലെ ഇവിടെ വന്ന് അതങ്ങ് പ്രസരിക്കും. ചെറിയ അരുവായിരുന്നു.
ഈ വസ്തുക്കൾ വാങ്ങിച്ചവർ അവർ റബ്ബർ നടാനായിട്ട് കുഴിച്ചെടുക്കാനായിട്ട് ഈ അകലം കുറഞ്ഞു. ഇത്തിരി നല്ല അകലം ഉണ്ടായിരുന്നു. അതിനകത്ത് ചെറിയ തോടാണ്. പണ്ട് തന്നെ ഇഷ്ടം പോലെ മാനത്ത് കണ്ടി ചെറിയ മീൻ, പൊടി മീനൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പൊടിമീനൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ടില്ല. ഇവിടെ നിന്ന് അങ്ങ് പോകും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് തോട്ടിലേക്ക് അപ്പുറത്ത് തോടുണ്ട്, മെയിനായിട്ടുള്ള തോട്. അവിടെ വെള്ളം ഇറങ്ങും. അപ്പോൾ ബാക്കിയുള്ള സംഗതി കാണിച്ചു തരാമേ. ഇവിടെ നിന്ന് ഇറങ്ങുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇവിടുന്ന് നേര് വെള്ളം ഒഴുകി ഇതിലെ പാസ് ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലിയർ ആക്കണം. ഞാനൊന്ന് കൂടുതൽ കാണിച്ചു തരാം. ഇവിടെ നിന്ന് ഇറങ്ങി അല്ല, ഇവിടെ വെള്ളമുണ്ട്. ഒന്ന് തെളിച്ചെടുത്താൽ ഈ ചെളിയെല്ലാം വെട്ടി മാറ്റി അവിടെ നിന്ന് ആ ഭാഗത്തൊക്കെ ആ മണ്ണടിച്ച് കിടന്നില്ലേ, അവിടെയൊക്കെ ഒന്ന് റെഡിയാക്കണം. എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ചെളി വെള്ളം മൊത്തം മുഴുവനായിട്ട് കോരുന്ന സമയത്ത് അവിടെ നിന്ന് മണ്ണടിയാൻ ചാൻസ് ഉണ്ട്. അപ്പം അവിടെ ചെറിയൊരു കെട്ട് പോലെ ഒന്ന് കെട്ടിയിട്ട് കരിങ്കല്ലൊക്കെ വെച്ച് കെട്ടാനുള്ള ഏർപ്പാടുണ്ടാകാം. അത് പഞ്ചായത്തായിട്ടൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇതൊന്ന് സംരക്ഷിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിൽ വെള്ളമുണ്ട് മുഴുവനും. ഈ കിടക്കുന്ന കല്ലുണ്ടല്ലോ, അത് ഇവിടെ ഇരുന്നതാണ്. ഇവിടെ നിന്ന് ഇടിഞ്ഞാണ് കല്ല്. ആ കല്ലെല്ലാം വരി ഇവിടെ അതുപോലെ കളയാതെ ഇവിടെ തന്നെ വെക്കേണ്ടതാണ്. അപ്പോൾ എല്ലാം ക്ലിയറാക്കണം. ഇത് ഞാനും ചെറുതിലെ ഇവിടെ നിന്ന് വാഴയില അത് വയലിൻ്റെ തൊട്ടടുത്ത് തന്നെ 1-2 വാഴ തൈയൊക്കെ ഉണ്ടെങ്കിലും വാഴ ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് വാഴക്കൈയിൽ നിന്ന് വാഴയില കട്ട് ചെയ്ത് കോട്ടി, അതായത് നമ്മൾ കുമ്പിള കോട്ടി, കുമ്പിളപ്പത്തിന് കുമ്പിൾ കോട്ടൂല്ലേ, അത് കോട്ടി അവിടെ നിന്ന് വെള്ളം കോരി കുടിച്ചിട്ടുണ്ട്. ശരിക്ക് ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ ഇന്നിങ്ങനെ കിടക്കുന്നത് ഒരു വിഷമമാണ്. വെള്ളമുണ്ട്, നല്ല നീരുമുണ്ട്, ഉറവ. അപ്പോൾ ഒന്ന് ക്ലിയറാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല വെള്ളം കിട്ടും. ശുദ്ധീകരിച്ചെടുത്താൽ മതി എല്ലാം. ചെളിയെല്ലാം വാരിക്കളഞ്ഞ് ചുറ്റും കല്ലാണ് കെട്ടിയിട്ട് ഇഷ്ടം പോലെ വെള്ളം കിട്ടും, ഇഷ്ടം പോലെ. ഇവിടെ വേനൽ സമയത്തും കടുത്ത വേനൽ സമയത്ത് പോലും വെള്ളം കെട്ടിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ഇപ്പോഴും കണ്ടല്ലേ, കടുത്ത വേനൽക്കാലത്ത് പോലും കെട്ടിക്കൊണ്ടിരുന്നതാണ്. നല്ല ഊറ്റുണ്ടായിരുന്നു, നല്ല ഉറവയാണ്. ഇതൊന്ന് ആദ്യം ഈ കാടൊക്കെ ഒന്ന് വെട്ടിത്തെളിക്കണം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ വീഡിയോ നമ്മുടെ പ്രകൃതി സ്നേഹികൾക്ക്, പ്രകൃതിയോട് സ്നേഹമുള്ള അധികമായിട്ട് സ്നേഹമുള്ളവർ കാണുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അതല്ല, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് വീഡിയോ.